പലർക്കും ജീവിതത്തിൽ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, മനസമാധാനം കിട്ടുന്നില്ല, സ്വസ്ഥത കിട്ടുന്നില്ല. എന്താ കാരണം? ഓവർ തിങ്കിങ്, ചിന്തിച്ച് കാട് കയറുന്നൊരവസ്ഥ. അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഓവർ തിങ്കിങ്ങിനെ മറികടക്കാൻ, ഇല്ലാതാക്കാനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് അവയർനെസ്. ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾക്കുണ്ട്, അതായത് ഓവർ തിങ്ക് ചെയ്യുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നുള്ളൊരു വിവരം, ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് ആദ്യം വേണ്ടത്. കാരണം അങ്ങനെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ചിന്തിച്ച് കാട് കയറുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച് കാട് കയറുകയാണ്, ആ ഒരു തിരിച്ചറിവെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ. അങ്ങനെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അവെയറായിട്ടിരിക്കുക, അതിനെക്കുറിച്ച് ബോധം ഉണ്ടായിരിക്കുക. അപ്പോഴല്ലേ നമുക്കതിന് പിന്നിലേക്ക് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ട്രിഗർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ചലഞ്ച് നെഗറ്റീവ് തോട്ട്സ്. നമ്മുടെ തോട്ടുകളെ നമ്മൾ തന്നെ വെല്ലുവിളിക്കുന്നു. എങ്ങനെ? അതായത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ ചിന്തകൾ വരാൻ തുടങ്ങുന്ന സമയത്ത്, നിങ്ങൾ ചിന്തിച്ച് കാട് കയറുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാനിപ്പോൾ ഈ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ടോ, വെറുതെ അങ്ങ് ചിന്തിച്ച് കൂട്ടുകയാണോ, അതോ ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ ഓക്കെ, അത് റീസണബിളാണ്. എന്നാൽ തെളിവില്ലെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് കാട് കയറുന്നതാണെന്നുള്ളത് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും. കാരണം എവിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും നിങ്ങൾ ആ പറയുന്ന കാര്യത്തിൽ വിശ്വസിക്കാനുള്ള വകുപ്പില്ല, അല്ലേ? എവിടെയും ചോദിക്കുന്നത് എന്താണ് ജനങ്ങൾ? തെളിവുണ്ടോ? സോ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തെളിവില്ല, അപ്പോൾ നിങ്ങൾക്ക് പോലും അത് വിശ്വസിക്കാനുള്ള ബാധ്യതയില്ല. അങ്ങനെ നിങ്ങൾ സ്വയം ചിന്തിക്കുക, സ്വയം ചലഞ്ച് ചെയ്യുക. എവിഡൻസ് ഇല്ലെങ്കിൽ തൂക്കി വെളിയിലിടുക. കാരണം അതിനകത്ത് കഴമ്പില്ല. വെറുതെ ചിന്തിച്ച് കൂട്ടി നേരം കളയാണ്, ആരോഗ്യം കളയാണ് എന്നുള്ളതിലുപരി ഒരു ഗുണമില്ല. അതാദ്യം മനസ്സിലാക്കുക. മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് സെറ്റ് ലിമിറ്റ്സ്. അതായത് നിങ്ങളുടെ പ്രശ്നം, ഓവർ തിങ്ക് ചെയ്യുന്ന ഈ ഒരു പ്രശ്നം കുറച്ച് നേരമൊക്കെ അനുഭവിക്കണം. അതും ശരിയാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് ഇറക്കി വെക്കുന്നതിന് നമ്മൾ പറയും കരഞ്ഞു തീർക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ ഒന്നങ്ങ് അനുഭവിച്ച് കഴിഞ്ഞ് ആ ഫീലിംഗ് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അവിടെ തന്നെ നമ്മൾ ചടഞ്ഞുകൂടി ഇരിക്കാൻ നിൽക്കരുത് എക്കാലവും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വിഷമം വരുന്ന സമയത്ത് വിഷമിച്ച് അല്ലെങ്കിൽ കരഞ്ഞ് നമ്മൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയും. സോ നിങ്ങളൊരു ലിമിറ്റ് സെറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് മനസ്സിന് അത് അനുഭവിക്കാനും ആ ഭാരം ഇറക്കി വെക്കുന്നതിനും വേണ്ടി കുറച്ച് സമയം കൊടുക്കുക. സോ വിഷമമാണെങ്കിൽ വിഷമം, സങ്കടമാണെങ്കിൽ സങ്കടം, കരച്ചിലാണെങ്കിൽ കരച്ചിൽ. അത് ചെയ്യാനുള്ളൊരു കുറച്ച് സമയം കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിനുള്ള ഒരു പ്ലാൻ ബി കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത്യാവശ്യം മനസ്സിൻ്റെ വിഷമമൊക്കെ വേദനിച്ചും സങ്കടപ്പെട്ടും ചിന്തിച്ചും കരഞ്ഞും സങ്കടപ്പെട്ടൊക്കെ തീർത്തു, ഇനി മതി, എനിക്ക് ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മളതിന് പുറത്തേക്ക് കിടക്കണം. നമ്മൾ മനഃപൂർവ്വം അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം. മറ്റൊരാൾക്ക് നിങ്ങളെ വലിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങളുടെ തലയ്ക്കകത്ത് നടക്കുന്നൊരു പ്രോസസ്സാണ്. സോ ഇനി മതി, ഇനി കരയാൻ എനിക്ക് സൗകര്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. പലപ്പോഴും സംഭവിക്കാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ളൊരു ഓവർ തിങ്കിങ് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് കാട് കയറുക എന്നുള്ളതിലുപരി അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷനുണ്ടോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും നമ്മൾ കാര്യമായിട്ട് ബോധർ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും നമുക്ക് ആവശ്യം അല്ലെങ്കിൽ ഇഷ്ടം എന്ന് പറയുന്നത് പ്രശ്നങ്ങളെയാണ് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. കാരണം സൊല്യൂഷൻ അപ്പുറത്തുണ്ടാവും, പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്യത്തില്ല. സോ സൊല്യൂഷനെ ആയിരിക്കണം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് ആണായാലും ശരി, നിങ്ങൾ പെണ്ണാണെങ്കിലും ശരി. ഇതിനെന്താണ് സൊല്യൂഷൻ, ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തു വരാം? സ്വയം അറിയില്ലെങ്കിൽ അറിയാവുന്നവരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിൽ നിൽക്കണം എന്ന് നമ്മൾ പറയും. നിങ്ങൾക്ക് കൺട്രോൾ നഷ്ടപ്പെടരുത് എന്ന് നമ്മൾ പറയും. അതിനെന്തൊക്കെ ചെയ്യാം? അതിനൊരു നല്ല വഴി എന്ന് പറയുന്നത് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക, അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അത്ര വലിയൊരു സാധനമൊന്നുമല്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അതൊരു മെഡിറ്റേഷനാണ്. എന്തെങ്കിലും ഒരു കഥയായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ ചിന്തിക്കുന്ന കാര്യത്തിൽ കുറച്ച് നേരം മനസ്സ് ഹോൾഡ് ചെയ്യുക, അത്രേ ഉള്ളൂ മെഡിറ്റേഷൻ. അതെന്ത് കാര്യമാണെങ്കിലും ഓക്കെ. അതിനിപ്പോൾ ഒരു സ്പിരിച്വാലിറ്റി വേണോ, അങ്ങനെയൊന്നുമില്ല. എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. ഒന്നും ചിന്തിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ വെറുതെ കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ ശ്വാസം വിടുന്നതിൻ്റെ സൗണ്ട്, സ്പീഡ്, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാലും അതും ഒരു മെഡിറ്റേഷനാണ്. സോ മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ, ഏകാഗ്രത കൊണ്ടുവരാൻ നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. എത്രത്തോളം വിജയിക്കും എന്നുള്ളത് ഒരു കോമഡിയാണ്. കാരണം നമ്മളൊന്ന്
ഒന്നിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് പല 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 ചിന്തകളും നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും, സ്വാഭാവികം. പക്ഷേ എത്രത്തോളം നമുക്കതിനെ കുറയ്ക്കാൻ പറ്റും, ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധ എത്രത്തോളം കൂട്ടാൻ പറ്റും, അത്രയേ ഉള്ളൂ മെഡിറ്റേഷൻ. അത് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും, മനസ്സ് തളരാതെ എങ്ങനെ നിൽക്കാൻ പറ്റും, മനസ്സ് വേദനിക്കാതെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും, തോൽക്കാതെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും, മനസാന്നിധ്യത്തോടു കൂടി എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും ജീവിതത്തിൽ, ഇതിനൊക്കെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രാക്ടീസുകൾ നല്ലതാണ്. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണ്, നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കാട് കയറും. ഇപ്പോൾ മഴ പെയ്യുന്നു, നമ്മുടെ കൺട്രോളിലാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലല്ല എന്തായാലും. സോ അതുപോലെ നമ്മുടെ കൺട്രോളിലല്ലാത്ത പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു ബന്ധം തകരുന്നു, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ആയിരിക്കണം എന്നില്ല. പല പല റീസൺസ് ഉണ്ടായിരിക്കും, നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളും ഉണ്ടായിരിക്കും ഇതിനകത്ത്. പറഞ്ഞു വരുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യത്തിൻ്റെ കൺട്രോൾ മാത്രം നിങ്ങൾ ഏറ്റെടുത്താൽ മതി, അതിൻ്റെ ഉത്തരവാദിത്വം മാത്രം നിങ്ങൾ ഏറ്റെടുത്താൽ മതി. അതിൻ്റെ അപ്പുറത്തോട്ട് നടക്കുന്ന പല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല, കാരണം അത് നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. അതുകൊണ്ട് ഉള്ളതിൽ നിങ്ങൾക്ക് സംതൃപ്തി കണ്ടെത്താൻ കഴിയണം. ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൃതാർത്ഥനായിരിക്കണം, നന്ദിയുള്ളവനായിരിക്കണം. നിങ്ങൾക്ക് ഇപ്പോഴുള്ള എല്ലാ നല്ല ഗുണങ്ങളും, എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും, എല്ലാ മേന്മകളും, ഇപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ അസറ്റ്സിലും നിങ്ങൾക്ക് തൃപ്തി കണ്ടെത്താൻ പറ്റണം. അസറ്റ് എന്ന് പറയുന്നത് ഒരു പണത്തിൻ്റെ മൂല്യം കൊണ്ടോ അല്ലെങ്കിൽ വാല്യൂ കൊണ്ടോ അളക്കാൻ പറ്റുന്നൊരു കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ടാവും, നിങ്ങളുടെ ഫാമിലി ആയിട്ടും നിങ്ങളുടെ കുട്ടികളായിട്ടും നിങ്ങളുടെ പാരൻസായിട്ടും, ഇതെല്ലാം നിങ്ങളുടെ അസറ്റാണ്. സോ ഉള്ളതിൽ തൃപ്തിപ്പെടാനും കൃതാർത്ഥനാവാനും നിങ്ങൾ ശ്രമിക്കണം. നമുക്ക് എന്ത് കിട്ടിയാലും പോരാ 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 എന്നുള്ളൊരു തോന്നൽ കൂടുമ്പോഴാണല്ലോ ഈ പറയുന്ന കാട് കയറി ചിന്തിക്കുന്നൊരവസ്ഥയൊക്കെ കൂടുതലായി പോകുന്നത്. കിട്ടുന്ന സ്നേഹം പോരാ, കിട്ടുന്ന പണം പോരാ, കിട്ടുന്ന സമ്പാദ്യം പോരാ, ഇപ്പോഴുള്ള ഫാമിലി പോരാ, ഇപ്പോഴുള്ള പാർട്ട്ണർ പോരാ, ഇപ്പോഴുള്ള ലവറിൻ്റെ സ്നേഹം കുറവാണ്. അങ്ങനെ പല പലതും പോരാ പോരാ പോരാ, ഇതാണല്ലോ പ്രശ്നം. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റേ ബിസി. അതായത് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ബിസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടത്തില്ല. വളരെ സിമ്പിളാണ്. നമ്മളെപ്പോഴാണ് കാട് കയറി ചിന്തിക്കേണ്ടി വരുന്നത്, നമ്മൾ ഒഴിഞ്ഞിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഒരു പണിയില്ലാതിരിക്കുന്ന സമയത്തായിരിക്കും ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവുക, അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, ഇത് മാറ്റാൻ നമുക്കൊന്നും പറ്റൂലേ, നമുക്ക് എന്തെങ്കിലും ചെയ്താലോ, അങ്ങനെ ചെയ്താലോ, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക, ഓ അപ്പോൾ എനിക്കിട്ട് പണി തന്നതല്ലേ, ഈ രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നുണ്ടാവുക. എന്താ കാര്യം, ചിന്തിക്കാൻ ഒരുപാട് സമയമുണ്ട്, ഐഡിയലായിട്ട് ഇരിക്കുകയാണ്, ചുമ്മാ വെട്ടിയായിട്ടിരിക്കുകയാണ്. ഇതാണ് കാരണം. അങ്ങനെ ആകരുത്. കുറച്ച് ബിസി ആവാൻ ശ്രമിക്കുക, എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക, പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെയും സ്വപ്നങ്ങളുടെയൊക്കെ പുറകെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടില്ല ഫ്രീ ആയിട്ടിരിക്കാൻ. അതൊക്കെ നേടിയെടുക്കണ്ടേ? ആ സമയത്ത് നിങ്ങൾ ബിസി ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് ചിന്തകൾ തലയിലോട്ട് വരത്തില്ല, വരാൻ സമയമില്ലല്ലോ. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ചലഞ്ച് പെർഫെക്ഷനിസം. അതായത് പല ആൾക്കാർക്കും ഉള്ളതാണ്, എല്ലാം നല്ല രീതിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ സൂപ്പറായിട്ട് ചെയ്യണം. അതായത് 100% പെർഫെക്റ്റായിട്ട് ഞാനൊരു കാര്യം ചെയ്യൂ എന്നുള്ളൊരു ധാരണ, എന്നുള്ളൊരു വാശി, അത് വേസ്റ്റാണ്. കാരണം ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പാടുള്ള കാര്യമാണ്. സോ അപ്പോൾ എല്ലാവരും ഈ പെർഫെക്ഷൻ വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കാത്തൊരു കാര്യമാണ്. സോ പെർഫെക്ഷൻ അല്ല വേണ്ടത്, ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും 1% പെർഫെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി, കൂട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. കുറേ കഴിയുമ്പോൾ, ഒരു 100 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 100 അറ്റംപ്റ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഓൾമോസ്റ്റ് പെർഫെക്ഷൻ്റെ അടുത്തെത്തി. അതായത് ഓരോ ശ്രമത്തിലും ഓരോ % നിങ്ങൾ പെർഫെക്ഷൻ കൂട്ടി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മതി. അല്ലാതെ 100% പെർഫെക്റ്റ് ആയതിനു ശേഷം ചെയ്യാം, എന്നതിന് ശേഷം ഇറങ്ങാം, എന്നതിന് ശേഷം നോക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒന്നും നോക്കലുണ്ടാവില്ല, ഒന്നും ചെയ്യലും ഉണ്ടായിരിക്കില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. എല്ലാം പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. കുറച്ച് പെർഫെക്ഷൻ ആണെങ്കിലും ശരി അങ്ങ് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് എന്തായാലും നമ്മളങ്ങനെ സ്വീകരിക്കുക, അത്രയേ ഉള്ളൂ. ഒരു 7-8 സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം, ജീവിതത്തിൽ നടപ്പാക്കിയതിന് ശേഷം നിങ്ങൾക്കൊരു മാറ്റവും ഇല്ല, നിങ്ങളുടെ ഓവർ തിങ്കിങ്ങും കുറയുന്നില്ല, നിങ്ങളെപ്പോഴും പഴയ സ്റ്റേജിൽ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ അവസ്ഥ വളരെ സീരിയസ് ആണ്, സിവിയറാണ്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ ഒരു തെറാപ്പിസ്റ്റിനെയൊക്കെ നേരിട്ട് കണ്ട് കൗൺസിലിംഗ് എടുക്കേണ്ടതാണ്. മെഡിക്കേഷൻ, മരുന്ന് ആവശ്യമുള്ളതാണെങ്കിൽ അതെടുക്കേണ്ടതാണ്. അപ്പോൾ നേരിട്ടൊരു
കൗൺസിലറെ നിങ്ങൾ സമീപിക്കുന്നതാണ് നല്ലത്.